ഹലോ മക്കളെ, +1 മാത്സ് പോലെയല്ല +2 മാത്സ് എളുപ്പമല്ല. ഇത് ഞാൻ വെറുതെ പറയല്ല. ഞാൻ SSLC-കാരോട് നിങ്ങളോട് എപ്പോഴും പറയണ്ടായിരുന്നു. നിങ്ങൾ SLC കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു +1 മാത്സ് ഡിഫിക്കൽട്ടാണ്, കുറേ സാധനങ്ങളൊക്കെ പഠിക്കാറുണ്ട് അല്ലേ? ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞത് ശരിയാണോ? നിങ്ങളെന്നെ ചെക്ക്. SSLC മാത്സ് നിങ്ങൾക്ക് 11 ചാപ്റ്റർ ഉണ്ടായിരുന്നു, നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചു. പക്ഷെ അതിനെക്കാളും കഷ്ടപ്പാടായിരുന്നു +1 മാത്സ്. നിങ്ങൾ നോക്കി നോക്കുക, നിങ്ങൾ തന്നെ നോക്കുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാഫുകളൊക്കെ വരും. SSLC ഗ്രാഫ് ഒന്നും പഠിക്കാനില്ല. ഗ്രാഫ്, ഡൊമെയിൻ, റേഞ്ച് അതൊക്കെ പഠിക്കാൻ പുതിയ സംഭവങ്ങൾ കുറേ പഠിക്കാണ്ട്. ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ് നിങ്ങൾക്കറിയാം. ട്രിഗ്നോമെട്രിയിൽ കുറേ ഫോർമുല പഠിക്കാനുണ്ടായിരുന്നു. സ്ട്രെയിറ്റ് ലൈൻസിൽ വരുമ്പോൾ കുറേ ഫോർമുല അല്ലേ? നമുക്ക് ജോമെട്രി ആൻഡ് ആൽജിബ്ര 10ാം ക്ലാസ്സിൽ 3 ഫോർമുല ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഇങ്ങനെയല്ല +1 വരുമ്പോൾ അങ്ങനെ കുറേ കോഡിംഗ് സെക്ഷനൊക്കെ ആയിരുന്നു ഏറ്റവും വലിയ ടഫ്. പിന്നെ നമ്മുടെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിനെ പറ്റി പറയേണ്ട കുറേ ഉണ്ട്. ഇനി അതും പോരാതെ നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആയിരുന്നു നിങ്ങളുടെ +1 ഏറ്റവും ടഫ് സംഭവം. ഞാൻ സത്യമല്ലേ പറയുന്നത്? അഗ്രി ചെയ്തോണ്ട് അഗ്രി എന്ന് പറയാം. ഓക്കെ, SSLC-നെക്കാട്ടും ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു +1 അല്ലേ? അപ്പം നിങ്ങളുടെ ഏറ്റവും ടഫായ ക്വസ്റ്റ്യൻ നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ അല്ലേ? ഫസ്റ്റ് പ്രിൻസിപ്പിളിലെ ആൻസർ എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ സ്റ്റക്കായോ സ്ക്രീൻ സ്റ്റക്കായി. അത് എനിക്കൊന്ന് നമ്മുടെ കമ്പ്യൂട്ടർ തന്നെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ കണ്ടപ്പോൾ മേടിച്ചു അല്ലേ? നിങ്ങൾക്കറിയാം ഫസ്റ്റ് പ്രിൻസിപ്പിൾ നല്ല ടഫാണ്, കുറേ സ്റ്റെപ്പുകളുണ്ട്, ബോറിംഗ് ആണ്. അതാ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും ഫസ്റ്റ് പ്രിൻസിപ്പിളിൽ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇത് നിങ്ങൾ എഴുതുമ്പോൾ 2 സ്റ്റെപ്പും കൂടെ എക്സ്ട്രാ വരും. ഇതായിരുന്നു +1 മാത്സിൻ്റെ സത്യാവസ്ഥ. അത് നിങ്ങൾ സർവൈവ് ചെയ്തു, അത്യാവശ്യം നന്നായിട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ചിലവരൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാൻ പ്ലാൻ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ +1 മാത്സ് കഴിഞ്ഞു. ഇനി സാഡ്ലി ബട്ട് ട്രൂത്ത്ഫുള്ളി പറയുകയാണെങ്കിൽ +2 മാത്സ് ഇതിനെക്കാട്ടും ഡിഫിക്കൽട്ടാണ്. +1 മാത്സിൽ നമ്മൾ ഇവിടെയായിരുന്നു ഏറ്റവും ടഫ് എത്തിയെങ്കിൽ +2 മാത്സിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഇത് ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി അല്ല, നിങ്ങൾ ആദ്യം മുതൽ പ്രിപ്പയർഡ് ആയിരിക്കാൻ വേണ്ടി മാത്രം പറയാണ്. പേടിപ്പിക്കുകയാണെങ്കിൽ വെറുതെ സിമ്പിളായിട്ട് പേടിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ ആദ്യം തന്നെ പഠിച്ച് തുടങ്ങണം എന്നുള്ളൊരു കൺവിൻസിങ് ആണ് ഇവിടെ നടക്കുന്നത്. അതിനാട്ടോ +2 മാത്സ് നിങ്ങൾക്ക് ഡിഫറൻസിയേഷൻ, നിങ്ങൾ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് +1 പഠിച്ചതിൻ്റെ ബാക്കിയുള്ള ചാപ്റ്ററാണിത്. ഓക്കെ, പ്രോഡക്റ്റ് റൂൾ, കോഷ്യൻ റൂളൊക്കെ ഉണ്ടാകും. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിൻ്റെ റിസൾട്ട് പഠിക്കാൻ, ചെയിൻ റൂൾ, ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ, പിന്നെ അതുപോലെ ലോഗറിതമിക് ഡിഫറൻസിയേഷൻ ഒക്കെ ചില പേജുകൾ ആൻസർ ഓരോ ക്വസ്റ്റ്യനൊക്കെ, പാരാമെട്രിക്, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഇതൊക്കെ വരും. ഓക്കെ, ഇത് പോരാതെ നിങ്ങൾ ഇൻ്റഗ്രൽസ്, ഇവനാണ് ഏറ്റവും വലിയ സീൻ. നിങ്ങൾ നോക്കിയൊക്കെ എത്ര ഫോർമുല ഉണ്ട്. നിങ്ങൾ ഡിഫറൻസിയേഷനിൽ പഠിച്ച എല്ലാ ഫോർമുലയും റിവേഴ്സിൽ പഠിക്കണം ഫസ്റ്റ് കാര്യം. ഓക്കെ, എല്ലാ ഫോർമുലയും 10-30 ഫോർമുല ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഫോർമുലയൊക്കെ ഒന്ന് ആലോചിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്, നല്ല ബുദ്ധിമുട്ടാണ്. ഓരോ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഇതിൽ ഏത് ഫോർമുല എന്തിനാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയണം. ഇനി ഈ ഫോർമുല കിട്ടിയാൽ ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കഴിയും? ഇല്ല, അതിനെടുക്കും ഒരു പകുതി അല്ലെ 2 പേജ് മിനിമം എടുക്കും, 2 പേജ് വരെ മാക്സിമം പോവാം. ഈ ഒരു ഫോർമുല അറിയുമെങ്കിലും ക്വസ്റ്റ്യൻ മനസ്സിലായെങ്കിലും നിങ്ങൾ 2 പേജ് എഴുതേണ്ടി വരും. ഇവിടെ ഇതൊരു 1-2 പേജ് എഴുതേണ്ട പാർഷ്യൽ ഫ്രാക്ഷൻ എന്നൊക്കെ പറയും. ഓക്കെ, ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യാൻ ഫസ്റ്റ് ഡിഫിക്കൽട്ടാണ്. അത് നിന്ന് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്തിക്കാൻ അതിനേക്കാളും ഡിഫിക്കൽട്ടാണ്. ഓക്കെ, ഈസി അല്ല, ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണിച്ചരുതാ വേറെ ആ ചാപ്റ്ററിന്റെ ബാക്കിയുള്ള ഫോർമുല ഇത് പഠിക്കാൻ ഇതൊക്കെ ഒരു ചാപ്റ്ററിലെ ഫോർമുല ഏറ്റവും ഡിഫിക്കൽട്ട് ചാപ്റ്റർ. എല്ലാ ചാപ്റ്ററും ഇങ്ങനെ എന്നല്ല പറയുന്നത്, ഏറ്റവും ഡിഫിക്കൽട്ട് ചാപ്റ്ററാണ്. ഓക്കെ, ഇത് ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു സാമ്പിൾ സൈസാണ്. ഇത് ടെക്സ്റ്റ് ബുക്കിലെ സ്റ്റെപ്പ് അറിയാം, കുറേ സ്കിപ്പ് അടിക്കും. പക്ഷെ നിങ്ങൾ എഴുതി വരുമ്പോൾ കുറേ ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ പഠിപ്പിക്കുമ്പോൾ എത്രയോ സ്റ്റെപ്പ് ഉണ്ട് ഒരു ക്വസ്റ്റ്യനൊക്കെ കേട്ടോ. ഇതൊക്കെ ഇൻ്റഗ്രൽസിൻ്റെ അവസ്ഥ. ഇനി ആക്ച്വലി +2 ഏറ്റവും ഒരു ലോങ്ങസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ കണ്ടത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യനാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 സ്റ്റെപ്പ്. നമ്മളത് ചെയ്ത് വരുമ്പോൾ 20 സ്റ്റെപ്പ് മിനിമം വേണം. കാരണം ടെക്സ്റ്റ് ബുക്ക് കുറേ സ്കിപ്പ് ചെയ്യും. നമുക്ക് സിംപ്ലിഫിക്കേഷനൊക്കെ ടെക്സ്റ്റ് ബുക്ക് വേഗം ചെയ്യും. ഇത്രയും സംഭവങ്ങളുണ്ട്. ഞാൻ വെറുതെ പറയല്ല, ഇതൊക്കെ പഠിക്കാനുണ്ട്. നിങ്ങൾ +2 കഴിഞ്ഞ ഒരാളോട് ചോദിച്ചു നോക്കി ഇൻ്റഗ്രൽസ് എത്ര ഡിഫിക്കൽട്ടാണെന്ന്. 2 ആഴ്ച കൊണ്ടൊന്ന് പഠിച്ചെടുക്കാൻ പറ്റില്ല, മാസങ്ങളെടുക്കും. ഞാൻ തന്നെ എനിക്ക് നവംബറിൽ പഠിച്ച് തുടങ്ങിയിട്ട്, ഓക്കെ, നവംബറിൽ മര്യാദയ്ക്ക് പഠിച്ച് തുടങ്ങിയിട്ട് എനിക്ക് ഒന്ന് ഫെബ്രുവരി ആയപ്പോൾ മോഡൽ എക്സാം സമയമായപ്പോൾ ഞാൻ പഠിച്ചു തരുന്നത് അത് കുത്തിയിരുന്ന് പഠിച്ചിട്ട്. ഓക്കെ, അപ്പോൾ അതാ പറയുന്നത് +2 മാത്സ് എന്ന് പറഞ്ഞാൽ +1 മാത്സ് പോലെയല്ല. +1 മാത്സ് ഞാൻ സമ്മതിച്ചു ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷേ +2 മാത്സ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഡിഫിക്കൽട്ട്. ഞാൻ ഒന്ന് റേറ്റ് ചെയ്ത് കാണിച്ചിട്ട് നിങ്ങൾക്ക് അഗ്രി ചെയ്യായിരിക്കും ഞാൻ ഇത് റേറ്റ് ചെയ്യുന്നത്. +1 ഞാൻ എന്താ ഈസി ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് പറയാം. ഈസി സീക്വൻസിങ് സീരീസ് മാത്രം ഈസി, കുഴപ്പമില്ല. മീഡിയം ആയിരുന്നു. പ്രോബിലിറ്റി ഇതൊക്കെ ഈസി ചാപ്റ്റേഴ്സാണ്. സത്യമല്ലേ? ഞാൻ വെറുതെ അല്ലേ പറഞ്ഞത്. ഇനി മീഡിയത്തിലേക്ക് വരികയാണ് എന്തൊക്കെയുള്ളത്? പെർമ്യൂട്ടേഷൻ മീഡിയം, സീക്വൻസ് മീഡിയം, സ്ട്രെയിറ്റ് ലൈൻസ് മീഡിയം, കോണിക്ക് ചിലവർക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും, സ്റ്റാറ്റിസ്റ്റിക്സ് മീഡിയം. ഈ ടഫ് ഏതാണുള്ള മക്കളെ? ടഫ് എന്ന് പറഞ്ഞാൽ ട്രിഗ്നോമെട്രി, കോണിക്ക് ശരിക്കും പറഞ്ഞാൽ ടഫല്ല, പക്ഷെ ഇതും കൂടി ടഫ്. ഓക്കെ, ഇത്രയുള്ള സംഭവങ്ങൾ. +2ലേക്ക് വരാം. +2 എത്ര ഈസി ഉണ്ടെന്ന് നോക്കിക്കോ കേട്ടോ. ഞാൻ വെറുതെ പറയാം, റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ ഈസി, മെട്രിസീസ്, ഡിറ്റർമിനൻസ് ഈസി. ഓക്കെ,
ഇതൊക്കെ വെക്ടർ ആൽജിബ്ര അല്പം ഈസി ആയിരിക്കും. ഈ 3D ജോമെട്രീൻ്റെ ബാക്കിയാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഇത് ഭയങ്കര ഇതിൽ 2 പേജ് പഠിച്ചാൽ മതി. ഇതൊരു 30 പേജും കുറേ ഫോർമുലയും പഠിക്കാനുണ്ട് കേട്ടോ. ഇനി ഈ ചാപ്റ്റർ ഇല്ല കേട്ടോ, ഇത്രേ ഉള്ളൂ. ഇതും ഈസി. ഇത് ഈസിയാണ്, ഇതൊക്കെ ഈസിയാണ്. ഓക്കെ, ഇനി രസം ഇപ്പോഴാണ് മാറാൻ പോകുന്നത്. ഇവിടെ കുറേ മീഡിയം ചാപ്റ്റർ ഉണ്ട്, കുറച്ച് ടഫ് ചാപ്റ്റർ. മീഡിയം എന്ന് പറഞ്ഞാൽ ഇവ മീഡിയമാണ്. ഓക്കെ, അവിടെ നിർത്തേണ്ടി വരും. ഓക്കെ, കാരണം ആദ്യത്തെ പ്രാവശ്യം പഠിക്കുന്നതിൻ്റെ ഡിഫിക്കൽറ്റി. ബാക്കി ടഫിലേക്ക് ഇത് ടഫ്, ഇത് ടഫ്. ഓക്കെ, ഇനി ബാക്കിയുള്ളത് നിങ്ങൾ കാണാൻ പറ്റും ഇൻ്റഗ്രൽസ് സംഭവം. ഇത് ഞാൻ ടഫ്. ഇതാണ് ലെവൽ. സത്യം പറയാം, 3D ഒക്കെ നല്ല ടഫാണ്, ഇൻ്റഗ്രൽസ് നല്ല ടഫാണ്, കുറേ സമയം എടുക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് +1 മാത്സിലെയും +2 മാത്സിലെയും ഡിഫിക്കൽട്ടി വ്യത്യാസം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പഠിച്ചു തുടങ്ങുക, സെറ്റായിട്ട് പഠിക്കുക. ഈ നിങ്ങൾ സ്വന്തം പഠിക്കുകയോ ട്യൂഷനിൽ പോവോ ബുക്ക് എടുത്ത് പഠിക്കുക, എങ്ങനെ വേണേൽ ചെയ്തോ, ഇഷ്ടമുള്ള പോലെ പഠിച്ചാൽ. ഞാൻ നിങ്ങൾക്ക് കാണിക്കാനുള്ള സ്ലൈഡ്സൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അടിപൊളിയായിട്ട് +1 അവസാനം 20 മണിക്കൂർ എൻ്റെ കൂടെ ഇരുന്ന് പഠിച്ചവർ കുറേ ആൾക്കാരുണ്ടാവും. കുറേ ആൾക്കാർ 10 മണിക്കൂർ 15 മണിക്കൂർ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെക്കാട്ടൊക്കെ എഫക്റ്റ് ഞാൻ വെറുതെ പറയില്ല, ആദ്യം മുതൽ പഠിച്ചു തുടങ്ങുക. ഇനി എക്സാമിനറിൻ്റെയും അലൻ സാറിൻ്റെയും എക്സാമിനറുടെ ബാക്കിയുള്ള ടീച്ചേഴ്സിൻ്റെയൊക്കെ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് +2 ബാച്ചിൽ ജോയിൻ ചെയ്യാം. ബാച്ച് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വേദന ജോയിൻ ചെയ്യാം. നമ്മൾ ഡിസംബർ ആകുമ്പോൾ സിലബസ് തീർന്നിരിക്കുക, എല്ലാം പഠിപ്പിച്ചെടുക്കും, സെറ്റാക്കും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വേദന ജോയിൻ ചെയ്യാൻ താഴെ ഡീറ്റെയിൽസിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാച്ചിൽ കാണാം.